ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് പേജ് നമ്പർ 151 ക്വസ്റ്റ്യൻ നമ്പർ 2 ചെയ്യാൻ പോവാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. എ toe is in the shape of square pyramid of base edge 16 cm and slant height 10 cm. What is the total cost of painting 500 such toes of at 80 rupee per square meter? അപ്പോൾ നമുക്കൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, കാരണം സ്ലാൻഡ് ഹൈറ്റ് നേരിട്ട് തന്നിരിക്കുകയാണ്. മറ്റു പ്രോബ്ലത്തിലൊക്കെ നമുക്ക് ലാറ്ററൽ എഡ്ജ് അതൊന്ന് നമ്മൾ പൈത്തഗോറസ് തിയറം ഒക്കെ വെച്ച് നമ്മൾ സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിച്ച് ഇവിടെ ആ ഒരു പ്രശ്നവും വരുന്നില്ല, നമുക്ക് നേരിട്ട് തന്നിരിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഫിഗറും വരച്ചിടും, തന്നിരിക്കുന്ന വാല്യൂസും എഴുതും. ഓക്കെ, നമുക്ക് എഴുതാം. തന്നിട്ടുണ്ട് ബേസ് എ ഈസ് ഈക്വൽ ടു എത്രയാണ്, 16 സെൻറ്റിമീറ്റർ. സ്ലാൻഡ് ഹൈറ്റ് ലെറ്ററാണ് എൽ ഈസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതുപോലെ 500 ടോയ്സ് ഉണ്ടാക്കിയിട്ട് അത് പെയിൻറ് ചെയ്യാൻ എത്ര രൂപയാകുമെന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, പെയിൻറ് ചെയ്യാന്ന് പറഞ്ഞാൽ മൊത്തമല്ലേ പെയിൻറ് ചെയ്യുന്നത്. അപ്പോൾ പെയിൻറ് ചെയ്യാനായിട്ട് ഒരെണ്ണത്തിൻ്റെ ഏരിയ കണ്ടിട്ട്, അതായത് ടോട്ടൽ സർഫസ് ഏരിയ കണ്ടിട്ട് അതിനെ എന്ത് ചെയ്താൽ മതി, 500 എണ്ണം കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ വാല്യൂസ് എല്ലാം നേരിട്ട് തന്നിട്ടുള്ള ഫോർമുല എഴുതാൻ പോകണം. ഫോർമുല ഇപ്പോൾ എല്ലാവരും കാണാൻ പഠിച്ചിട്ടില്ലേ? എന്താണ്? സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2al. That is surface area is equal to a square plus 2al is equal to എത്രയാണ്, 16 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ എത്രയാണ്, 16 ഇൻറ്റു എൽ എത്രയാണ്, 10. 16ൻ്റെ സ്ക്വയർ 256 പ്ലസ് ഇതെത്ര വരും, 320 is equal to 576 സെൻറ്റിമീറ്റർ സ്ക്വയർ. സിമ്പിൾ അല്ലേ? ഇനി അടുത്ത എന്താ കാണണ്ടേ, ഇതിപ്പോൾ എത്ര എണ്ണത്തിൻ്റെയാണ്, ഒരു ഫിഗറിൻ്റെയാണ്, അതായത് ഒരു ടോയുടെ സർഫസ് ഏരിയ ആണ്. നമുക്ക് എത്ര ടോയ്സ് ഉണ്ട്, 500. അപ്പം ടോട്ടൽ ഏരിയ ഓഫ് 500 ടോയ്സ് ഇസ് ഈക്വൽ ടു 576 ഇൻറ്റു 500. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരെണ്ണത്തിൻ്റെ വില ഉണ്ടെങ്കിൽ എത്ര എണ്ണത്തിൻ്റെ വില കാണാൻ അത് നമ്മൾ ഇൻറ്റു ചെയ്താൽ മതി അല്ലേ. ഇത് രണ്ടും ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും ആൻസർ എന്ന് അറിയാവോ, 2,88,000 എന്ന് കിട്ടും. ഇത്രയും സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇത്രയും കിട്ടിയല്ലോ. ഇനി നമുക്ക് കോസ്റ്റ് കാണാൻ എന്ത് കണ്ടുപിടിക്കണം. കോസ്റ്റ് തന്നിട്ടുണ്ട്. ഒരെണ്ണത്തിന് എത്ര രൂപയെന്ന് പറഞ്ഞാൽ 80 രൂപ. അങ്ങനെ വെച്ചപ്പോൾ ഇതുകൊണ്ട് അങ്ങ് ഇൻറ്റു ചെയ്താൽ മതിയോ, സിമ്പിളായിട്ട് ചെയ്താൽ മതിയോ? പറ്റില്ല. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ നോക്കിക്കേ, നമുക്ക് ഏരിയ കിട്ടിയിരിക്കുന്നത് സെൻറ്റിമീറ്റർ സ്ക്വയറിലും ഇവർ റേറ്റ് പറഞ്ഞിരിക്കുന്നത് മീറ്റർ സ്ക്വയറിലുമാണ്. സ്ക്വയർ മീറ്ററിനാണ് 80 രൂപ, 80 റുപ്പീസ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ സെൻറ്റിമീറ്റർ സ്ക്വയറിലുള്ളതിനല്ല. അപ്പം നമ്മൾ ഇതിനെ എന്ത് ചെയ്യാൻ പോവാണ്, ഈ സെൻറ്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റാൻ പോവാണ്. അതിനും വഴിയുണ്ട്. നമ്മളതൊന്നും കാണാൻ പിടിച്ചു വെക്കേണ്ട ഒരാവശ്യമില്ല. ഞങ്ങളുടെ ടീച്ചർ പഠിപ്പിച്ച് എത്രയോ വർഷം മുമ്പ് ടീച്ചേഴ്സ് പഠിപ്പിച്ച് ഇന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങളതൊരു പാട്ട് പോലെയാണ് മിസ് പഠിപ്പിച്ചിരുന്നത്. അതായത് നമ്മുടെ യൂണിറ്റുകൾ അങ്ങോട്ട് എഴുതുക. എങ്ങനെയാണ് യൂണിറ്റ് വരുന്നത്, മില്ലിമീറ്റർ, സെൻറ്റിമീറ്റർ, ഡെസിമീറ്റർ, അങ്ങനെയല്ല അത് പോകുന്നത്. അപ്പം ഇങ്ങനെ മില്ലി, സെൻറ്റി, ഡെസിമീറ്റർ, ഡെക്ക, ഹെക്ടോ, കിലോമീറ്റർ. സിമ്പിൾ അല്ലേ? പാട്ട് പോലെ പഠിച്ചു വെക്കാൻ. ഞാൻ ഇവിടെ നിന്ന് എഴുതാം. മില്ലി, സെൻറ്റി, ഡെസിമീറ്റർ, മീറ്റർ, ഡെക്ക, ഹെക്ടോ, കിലോമീറ്റർ. മില്ലി, സെൻറ്റി, ഡെസിമീറ്റർ, ഡെക്ക, ഹെക്ടോ, കിലോമീറ്റർ. കണ്ടോ? ഇനി ഇവർ തമ്മിൽ കണക്ഷൻ ഉണ്ട്. എത്രത്തിൻ്റെ അറിയാം കണക്ഷൻ? 10 വീതമാണ് ഇവരുടെ കണക്ഷൻ. അതായത് ഇവർ കൂടിക്കൂടി വരുന്ന 10 മൾട്ടിപ്പിൾ ഓഫ് 10 ആണ്. അപ്പോൾ ഇവർ തമ്മിൽ 10 ഉണ്ട്. സെൻറ്റിമീറ്ററും ഡെസിമീറ്ററും തമ്മിൽ 10 ഉണ്ട്. ഇങ്ങനെ 10 വെച്ച് പോകും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. നമുക്ക് എന്താ ചെയ്യേണ്ടത്, സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ. ഇവിടെ എന്ത് ചെയ്യുക, സെൻറ്റിമീറ്റർ, മീറ്റർ എന്ത് ചെയ്യും ഇവിടെ. അപ്പോൾ സെൻറ്റിമീറ്റർ തൊട്ട് മീറ്റർ വരെ എത്ര എണ്ണം ഉണ്ട്, 10. അപ്പോൾ 10 ഇൻറ്റു 10 എത്രയാണ്, 100. അപ്പോൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. പക്ഷേ വ്യത്യാസമുണ്ട്. ഇവിടെ ഒരു 100 കൊണ്ട് പറ്റില്ല, ഇവിടെ 2 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കാരണം സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കാനാണ് 100 കൊണ്ട്
ഇനി ഇൻറ്റു ചെയ്യുമോ ഡിവൈഡ് ചെയ്യുമോ? എല്ലാവർക്കും സംശയമാണ്. ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് പിള്ളേർ കൺഫ്യൂസ്ഡ് ആണ്. ഇൻറ്റു ചെയ്യണോ ഡിവൈഡ് ചെയ്യണോ? ഒന്നുമില്ല, അതിനും സിമ്പിളാണ്. എന്താണ്, ചെറിയ യൂണിറ്റിൽ നിന്ന് വലിയ യൂണിറ്റിലേക്ക് പോകുമ്പം ഡിവൈഡും, വലിയ യൂണിറ്റിൽ നിന്ന് ചെറിയ യൂണിറ്റിലേക്ക് വരുമ്പോൾ മൾട്ടിപ്ലൈയും ചെയ്യണം, ഇൻറ്റുവും ചെയ്യണം. അപ്പം നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ എന്താ ചെയ്യുന്നത്? സെന്റിമീറ്ററിൽ നിന്ന് മീറ്ററിലേക്ക്. ആരാ ഇതിനകത്ത് വലിയ യൂണിറ്റ്? സെന്റിമീറ്റർ ആണോ മീറ്റർ ആണോ? സെന്റിമീറ്ററല്ലേ, സോറി മീറ്ററല്ലേ വലിയ യൂണിറ്റ്. അപ്പം സെന്റിമീറ്ററിൽ നിന്ന് മീറ്ററിലേക്ക് പോവുകയാണ്, ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോവുകയാണ്. ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോകുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഡിവൈഡ് ചെയ്യണം. എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? സെന്റിമീറ്റർ തൊട്ട് മീറ്റർ വരെ എത്രയാണ്? 10 × 10 100 ആണ്. പക്ഷെ ഇവിടെ 100 പോരാ, നമുക്ക് സെന്റിമീറ്റർ സ്ക്വയറിൽ നിന്ന് മീറ്റർ സ്ക്വയറിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? എത്ര കൊണ്ട്? ഒരു 100ന് പകരം 200. മനസ്സിലായല്ലോ? അത്ര കൊണ്ട് എന്ത് ചെയ്യുകയാണ്? സെന്റിമീറ്ററിൽ നിന്ന് മീറ്ററിലേക്ക് പോവുകയാണ്, ചെറുതിൽ നിന്ന് വലുത് പോകുമ്പം ഡിവൈഡ്. അപ്പം ഈ യൂണിറ്റിനെ 2,88,000 എന്ന യൂണിറ്റിനെ എത്ര 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 200 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമുക്കറിയാം സീറോസ് എല്ലാം വെട്ടിപ്പോകും ഇല്ലേ? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് എളുപ്പവഴി എന്താണ്? നമ്മൾ സംഖ്യ എഴുതുക, ആ സംഖ്യ അങ്ങോട്ട് തന്നെ എഴുതുക. എന്നിട്ട് എത്ര പ്ലേസ് ആണ്? 10 എത്ര സീറോയാണ്? 1 0. അപ്പം അത്രയും സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി നമ്മൾ പോയിന്റ് കൊടുക്കും. കണ്ടോ? 10 കൊണ്ട് ഇതിനെ 288 ഡിവൈഡ് ബൈ 10 ആണ്, അതിനെ ഡിവൈഡ് ചെയ്യാൻ നമ്മൾ 288 ആദ്യം എഴുതുക. 10ന് എത്ര സീറോയാണ്? 1 0. ഡിവിഷന് 1 പ്ലേസ് ലെഫ്റ്റിലോട്ട് മാറി നമ്മൾ പോയിന്റ് കൊടുത്തു. ഇത്രയും മീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. സിമ്പിളായി, മീറ്റർ സ്ക്വയർ കിട്ടി. ഇനി സിമ്പിളാണ്. കോസ്റ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? കോസ്റ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? കോസ്റ്റ് ഇസ് ഈക്വൽ ടു എത്രയാണ്? നമുക്ക് ഏരിയ എത്ര കിട്ടിയിട്ടുണ്ട്? 28.8 മീറ്റർ സ്ക്വയറിന് കിട്ടിയിട്ടുണ്ട്. ഇൻറ്റു ഒരെണ്ണത്തിന് എത്രയാണ്? ഒരു മീറ്റർ സ്ക്വയറിന് എത്രയാണ് റുപ്പീസ്? 80. ഇതൊന്ന് ഇൻറ്റു ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എത്ര എന്ന് കിട്ടുമെന്ന് അറിയാമോ? 2304 റുപ്പി എന്ന് കിട്ടും. ഓക്കെ, സിമ്പിളല്ലേ? ഒന്നുമില്ല ഇതിനകത്ത്. നമ്മൾ ഏരിയ കാണുന്നു. ഏരിയ കാണുമ്പോൾ മിക്കപ്പോഴും ഇവരിങ്ങനെയാണ്. കോസ്റ്റിനകത്ത് എപ്പോഴും ഇവർ യൂണിറ്റ് മാറ്റിയായിരിക്കും തരാം. നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഏത് യൂണിറ്റിൽ നിന്ന് എങ്ങോട്ട് പോകണമെന്ന് നോക്കണം. അപ്പം സ്ക്വയർ ആണെങ്കിൽ ഡബിൾ ഇട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. എന്നിട്ട് കിട്ടുന്ന ആൻസറിനെ നമ്മുടെ കോസ്റ്റ് കൊണ്ട്, തന്നിരിക്കുന്ന കോസ്റ്റ് കൊണ്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് നമ്മുടെ ആൻസർ കിട്ടും. സിമ്പിളാണ്, എല്ലാവരും ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇതുണ്ട്, വായിച്ച് പഠിക്കും. വായിച്ച് പഠിച്ചാൽ, ഞങ്ങളൊക്കെ വായിച്ച് പഠിച്ചിട്ടുള്ളവരാണ്, അതിൻ്റെ അനുഭവമാണ്, അതുകൊണ്ടാണ് പറയുന്നത്. വായിച്ച് പഠിപ്പിക്കുന്ന നമ്മൾ വിചാരിക്കും, പഠിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ എല്ലാം മനസ്സിലായത്. പക്ഷേ എഴുതാൻ ചെല്ലുമ്പോൾ ഒന്നും കാണത്തില്ല. വായിച്ചല്ല പഠിക്കേണ്ടത്, എഴുതിയാണ് പഠിക്കേണ്ടത്. എഴുതി പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കണക്ക് അല്ല, ഒരു പ്രോബ്ലം ഒത്തിരി പ്രാവശ്യം എഴുതി പഠിക്കുമല്ല. നമ്മളിത് മനസ്സിലാക്കിയതിന് ശേഷം ഒന്ന് ചെയ്ത് നോക്കുക. തെറ്റിയെങ്കിൽ എവിടെ തെറ്റി നോക്കിയിട്ട് ഒന്നുകൂടെ ചെയ്യുക, അന്നേരം നിങ്ങൾ പഠിച്ചിരിക്കും. ഓക്കെ, താങ്ക് യു.